ലൂസി, എടി ലൂസി, നേരെ ഇത്ര ആയിട്ട് ചായ തരുന്നതിന് സമയമായില്ലേ? എന്തോ പറയാൻ എന്റെ ഒരു തലവര. എടാ കൊച്ചനെ ആ പാത്രം കൊണ്ടെടുത്തേ. ഞാനാ കൊച്ചു നോക്കിയിരിക്കുന്ന കണ്ടോ? എടി ലൂസിയെ, അമ്മച്ചി ചായ കുടിക്കേ. എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട്? നിനക്ക് എന്തായിരുന്നു ഇത്ര ജോലി? നിനക്ക് പത്രം എടുത്തന്നെ ഞാനോട് തരുന്നോ? അമ്മച്ചി പത്രം, ഈ പത്രം എടുത്ത് അമ്മച്ചിക്ക് അങ്ങോട്ട് വായിക്കരുതോ? അമ്മച്ചിയുടെ കൈക്കോ കാലിനോ വല്ല കുഴപ്പമുണ്ടോ? എന്ത് പറഞ്ഞ എനിക്ക് സൗകര്യമില്ല. പിന്നെ നിന്നെ എന്തിനാ ഇവിടെ എന്റെ മുമ്പട്ടിക്കൊണ്ട് വന്നത്? എന്റെ കാര്യം നോക്കാൻ ഇവിടുത്തെ ജോലി ചെയ്യാനുവാ. എന്നാ പിന്നെ മോളോട് വന്ന് വേലക്കാരെ എത്തിയാ പോയായിരുന്നോ? എന്റെ ആവശ്യമുണ്ടോ ഇവിടെ? അതേടി, നിനക്ക് ഞാനൊരു വേലക്കാരുടെ വില പോലും തന്നിട്ടില്ല. എന്റെ അമ്മച്ചി ഒന്ന് അടങ്ങിയിരിക്കെ. എനിക്കൊരു 100 കൂട്ടം പണി കിടക്കും. ഞാൻ പോവാത്തോട്ടെ. ഓ ചെല്ല്, മന മണിക്കൂല്ലേ അവിടെ? അമ്മേ, ചായ ഞാൻ പോട്ടെ. നിനക്ക് അകത്തോട്ട് ഇന്ന് ചായ എടുത്ത് കുടിക്കരുതോ? അമ്മച്ചിക്ക് അകത്തോട്ട് ചായ കിട്ടത്തില്ലേ? ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളല്ലേ, എനിക്ക് ചായ ഇവിടെ കിട്ടും. മോളെ, നീ പള്ളി പോവില്ലയോ? അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ പോകാനാ? പള്ളി പോയിട്ട് സൺഡേ സ്കൂളും കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ. ഹലോ, ഞാൻ വരുവാ. അയ്യോ മോളെ, നീ ചായ കുടിക്കാണോ പള്ളിയിൽ പോകുന്നേ? ഏത് സമയം ഫോൺ തന്നെ. എവിടെ ചെന്ന് അവസാനിക്കും? അതിരിക്കട്ടെ, രാവിലെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കട്ടെ. എന്തെങ്കിലും കുന്തം ഉണ്ടാക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നീ ഉണ്ടാക്കത്തുള്ളൂ. അമ്മച്ചിക്ക് ഇടിയപ്പം മുട്ടക്കറി ഇഷ്ടമല്ലയോ? അതുകൊണ്ടല്ലേ അത് ഉണ്ടാക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഒന്നും ഉണ്ടാക്കുന്നത്. ഓ സമ്മതിച്ചു, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാ. ഓ എന്തോ പറയാനാണ്, ഇവിടെ ഒരു സ്വസ്ഥതയെ തരത്തില്ല. എപ്പോഴും അങ്ങ് വഴക്കായതിനോട് ഞാൻ എന്തോ ചെയ്യാനാ? ഒരു ഇരിപ്പിരുന്ന അവിടെ എല്ലാം കൊണ്ട് കൊടുക്കണം. ഒരു പച്ചക്കറി പോലും ഒന്ന് അരിഞ്ഞു തരാൻ പറ്റത്തില്ല. എന്തോ കഷ്ടമാടി എന്റേത്. അടി, എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഞാനും അമ്മയും കൂടെ എല്ലാ പണികളും ചെയ്യുന്നത്. അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നത്. അങ്ങനെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഓ, അത് നിന്റെ ഒരു ഭാഗ്യം. എന്റെ തലവരെ ഇങ്ങനെ ആയിപ്പോയി. അതെല്ലാം മാറും, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ എപ്പം വരും പള്ളിയിൽ പോകാൻ? അല്ല, നിങ്ങൾ ഇന്നും പള്ളി വരുന്നില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇതിലെ വരാൻ, നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്ന്. എനിക്കൊന്നും വയ്യ. എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. ഇതൊക്കെ ആർക്കാണ് ഇല്ലാത്തത്? നമ്മൾ ഒരേ പ്രായക്കാരല്ലേ? എനിക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പോകുന്നില്ലേ? ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും. ലൂസി, നീ ഇന്നും പള്ളിയിൽ വരുന്നില്ലേ? അച്ഛന്മാർ നിങ്ങളെ എപ്പോഴും തിരക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത്. നിങ്ങളോട് എന്തിനാ തിരക്കുന്നത്? അച്ഛന്മാർക്ക് ഈ വീട് അറിയത്തില്ലേ? ഓ, ഞാനൊന്നും വരുന്നില്ല. 6 ദിവസം ജോലിക്ക് പോകണം. ഞായറാഴ്ച ഒരു ഫ്രീ കിട്ടുന്ന ഈ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്. ഞാനും നിന്റെ കൂട്ട് ജോലിക്ക് പോകുന്നതല്ലേ എന്നും പറഞ്ഞാൽ ഞാൻ ആരാധനയൊന്നും മുടക്കാറില്ല. എന്നും 9 മണിയാകുമ്പോൾ എഴുന്നള്ളൂ. 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഇന്നെങ്കിലും വീട്ടിൽ തന്നെ കാര്യം ഒന്ന് നോക്കാൻ. വാ മോളെ, നമുക്ക് പോകാം. അച്ഛൻ നിങ്ങളെ പള്ളിയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തിരക്കാനും വിളിക്കാനുമാണ് ഞങ്ങൾ വന്നത്. ആട്ടെ, മോളെന്തേ? കൊച്ചുമോള് നിന്റെ അവളും വരുന്നില്ലേ? ഓ, അവള് രാവിലെ പള്ളിയിൽ പോയി. എന്നാ ഞങ്ങളും പോവുക. ഓ, ഇതിൽ വായിക്കാനൊന്നുമില്ല. ആ ടി വി എന്തായാലും ഓൺ ചെയ്തിരുന്നെങ്കിൽ വല്ല സിനിമയും കാണാമായിരുന്നു. നമുക്ക് ആഹാരം കഴിക്കും. എടി, ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ. ഞാൻ അത് കണ്ടുകൊണ്ടത് ഫുഡ് കഴിക്കട്ടെ. ഹലോ, ആരാ? ഹലോ, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ മകളാണോ അന്ന? നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം. അയ്യോ, അവള് രാവിലെ പള്ളിയിൽ പോയാന്നല്ലോ. പിന്നെന്താ പറ്റി? ഞാനിപ്പോ വരുന്നേ. നീ ഇതാ എങ്ങോട്ടടി? ആരടി വിളിച്ചേ? ഒന്നുമില്ല അമ്മച്ചി, ഞാനിപ്പോ വരാം. ആ മോളോ, എന്നെ കണ്ടിട്ട് എത്ര നാളായി? ഇനി എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. ചേച്ചി എന്തി അമ്മേ? അവൾ ആരുടെ മോൾ വന്നത്? അങ്ങോട്ട് പോണ കണ്ടു. ആ, അമ്മ എന്തോ കഴിക്കുന്നേ? ഇടിയപ്പം മുട്ടക്കറിയാണോ? ചേച്ചി ഉണ്ടാക്കിയതല്ലേ, നല്ല സൂപ്പർ ആയിരിക്കും. വാ മോളെ, നമുക്ക് കഴിക്കാം. അമ്മ ഇന്നും പള്ളിയിൽ പോയില്ലേ? ഓ, എനിക്കങ്ങ് വയ്യ കുഞ്ഞെ. എന്റെ കാലിലെല്ലാം വേദന. 10-70 വയസ്സായില്ലേ? അമ്മയോട് പറയാനൊന്നും എനിക്ക് വയ്യ. ചേച്ചി വന്നപ്പം മുതൽ അമ്മയ്ക്ക് റെസ്റ്റ് അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ദിവസവും 1/2 മണിക്കൂർ വെച്ച് നടക്കണമെന്ന്? ഓ, എനിക്കൊന്നും വയ്യ. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. എനിക്കൊന്നും വയ്യ അങ്ങനെ നടക്കാനൊന്നും.
പള്ളിയിലേക്കും ആ കൊച്ചു വന്നിട്ടില്ല. 3 ആഴ്ചയായി സൺഡേ സ്കൂളിൽ കണ്ടിട്ടെന്ന് ജോണി സാർ പറഞ്ഞു. അല്ല, പള്ളിയിൽ പോയ കൊച്ചിന് ഇത് എന്ത് പറ്റി ചേച്ചി? ഓ, അവള് പള്ളിയിലൊന്നും പോയതല്ല. ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പള്ളിയിലെന്ന് പറഞ്ഞു പോയത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അവരെനിക്ക് ജ്യൂസിൽ എന്തോ ഡ്രഗ്സ് കലർത്തി തന്നു. ഞാൻ അറിയാതെ അതങ്ങ് കുടിച്ചു. ഞാൻ അപ്പം തന്നെ മയങ്ങി വീണു. അവരെന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയി കളഞ്ഞു. ഞാൻ അമ്മയുടെ നമ്പർ നഴ്സിന് കൊടുത്തു. നഴ്സ് കുറച്ചു മുമ്പ് അമ്മയെ വിളിച്ച്. എടി മോളെ, കൂട്ടുകാരൊക്കെ നല്ലതാ, പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അതെങ്ങനെയാ? വളർത്തുന്നത് ഇവളല്ലയോ? മോളെ നോക്കാൻ വല്ല ഇവർക്ക് സമയമുണ്ടോ? നിർത്തുക അങ്ങനെ വർത്തമാനം. അവൾ ജോലിക്ക് പോകണം, സമ്പാദിക്കണം, വീട്ടിലെ പണി ചെയ്യണം. മരുമോൾ വന്നപ്പോൾ മുതൽ അവൾക്ക് റെസ്റ്റ്. നിനക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നു? പിന്നെ കൊച്ചുകൂടെ പോകുന്ന പുറകെ എനിക്ക് പോകാൻ പറ്റുമോ? നീയാണ് കുറ്റക്കാരി. പ്രായമായ സ്ത്രീകൾ വീടിന്റെ വിളക്കാണ്. നീയല്ലേ ഈ കുഞ്ഞിനെ തലത്തൊട്ടത്? അതെന്റെ അവകാശമല്ലേ? അപ്പൊ നിനക്ക് അവകാശമൊക്കെ അറിയാമല്ലേ? അപ്പൊ മാമോദിസമൊക്കെ അച്ഛൻ തലത്തൊട്ടമ്മയ്ക്കൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ? ഈ കുഞ്ഞിനെ ആത്മീയമായിട്ട് വളർത്തേണ്ട ചുമതല നിന്നെ അല്ലായിരുന്നോ ഏൽപ്പിച്ചത്? ഓ, അതൊക്കെ ഞാൻ ഓർത്തിരിക്കുവാണോ? അച്ഛന്മാരങ്ങനെ പലതും പറയും. പിള്ളേരെ വളർന്നിട്ട് അപ്പൻ്റെ അമ്മയുടെ ചുമതലയാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കും. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. അമ്മച്ചി, നമുക്ക് ഈ കുടുംബത്തിൽ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ കുഞ്ഞ് ഒരു വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. ഇതിന് ഉത്തരവാദി നമ്മൾ രണ്ടുപേരുമാണ്. ശരി മോളെ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇന്നു മുതൽ നമ്മുടെ ഈ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയും പള്ളിയിൽ ആരാധനയ്ക്കും നമ്മൾ ഒരുമിച്ച് ഇനി പങ്കിടും. ഇവിടെ വന്ന മാറ്റം കണ്ടിട്ട് വളരെ സന്തോഷമായി. അല്ലേ മക്കളെ? എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തെറ്റുകാരോ കുറ്റക്കാരോ ആയി ജനിക്കുന്നില്ല. അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത്. അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളുമാണ്. ആദ്യം ഭവനങ്ങളിൽ മാറ്റമുണ്ടാകണം. വരും തലമുറകൾ നശിക്കാതിരിക്കുവാൻ നമ്മൾക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. 2025